എപ്പോഴെങ്കിലും കണ്ണാടി നോക്കിയിട്ട് ഞാൻ ഒത്തിരി മാറിപ്പോയി എന്ന് വിചാരിച്ചിട്ടുണ്ടോ? കുട്ടികൾ ഉണ്ടായതിനു ശേഷം നിങ്ങൾ നിങ്ങളല്ലാതായ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ പ്രോബ്ലം അല്ല. ഓൾമോസ്റ്റ് എല്ലാ അമ്മമാരും അനുഭവിക്കുന്ന ഒരു സ്ട്രഗിൾ ആണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ഞാൻ ഇന്ന് ക്ലിയർ ആയിട്ട് പറയാം. മദർഹുഡ് നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും എന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ആ ചേഞ്ച് എത്ര സൈലന്റ് ആയാണ് സംഭവിക്കുന്നതെന്ന് ആരും പറയാറില്ല. പെട്ടെന്നൊരു ദിവസം നമുക്ക് നമ്മളെ നഷ്ടപ്പെടുന്നതല്ല. നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് ആ ഡിസപ്പിയറൻസ് സംഭവിക്കുന്നത്. പതുക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതാവും. നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ തന്നെ നിർത്തും. നമ്മുടെ ഡ്രീംസ്, നമ്മുടെ സമയം, നമ്മുടെ എനർജി എല്ലാം ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരു ദിവസം നമ്മൾ തിരിച്ചറിയും, കുട്ടികൾ ഉണ്ടാകുന്നതിന് മുൻപുള്ള നമ്മൾ ഇപ്പോൾ വിസിബിൾ അല്ല എന്ന്. ഇത് സംഭവിക്കുന്നത് നമ്മൾ അറിയാതെ എടുക്കുന്ന ചെറിയ ചെറിയ ഡിസിഷൻസിൽ നിന്നാണ്. റെഡി ആവാനുള്ള ബുദ്ധിമുട്ട് വിചാരിച്ച് പുറത്തേക്ക് പോകുന്നത് തന്നെ വേണ്ടാന്ന് തീരുമാനിക്കും. ക്ഷീണം കാരണം വായന മാറ്റിവെക്കും. ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് തന്നെ നിർത്തും, സമയമില്ലാത്തത് കൊണ്ട്. പിന്നെ ഒരു സ്റ്റേജിൽ നമ്മൾ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലും നമ്മളായിട്ടാകില്ല, കുഞ്ഞിന്റെ അമ്മ എന്ന ടൈറ്റിലാകും. അപ്പോഴേക്കും ലൈഫ് എന്ന് പറഞ്ഞാൽ സ്കെഡ്യൂൾ, സ്കൂൾ, മീൽസ്, ടാൻഡ്രംസ്, ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ്സ്, ബെഡ് ടൈം റുട്ടീൻസ് ഇതൊക്കെയായി മാറും. അങ്ങനെ പതുക്കെ നമ്മുടെ ഐഡന്റിറ്റി തന്നെ അമ്മ എന്നൊരു സിംഗിൾ ടൈറ്റിലേക്ക് ഒതുങ്ങിപ്പോവും. ഇത് നമ്മൾ വേണമെന്ന് വെച്ചിട്ടല്ല, നമുക്ക് വേറെ ഒന്നും ചെയ്യാനുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ ഒരു അൺകംഫർട്ടബിൾ ട്രൂത്ത് ഉണ്ട്. ആഫ്റ്റർ മദർഹുഡ് നമ്മൾ ഡിസപ്പിയർ ആകണം എന്നാണ് നമ്മുടെ സിസ്റ്റം എക്സ്പെക്ട് ചെയ്യുന്നത്. സെൽഫ് സാക്രിഫൈസിങ് മദേഴ്സിനെ സൊസൈറ്റി ഗ്ലോറിഫൈ ചെയ്യും. കംപ്ലൈൻസ് ഇല്ലാതെ എല്ലാം വേണ്ടെന്ന് വെക്കുന്ന ഒരമ്മ ഗുഡ് മദറാണ്. പക്ഷേ ഇതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില എന്താണ്? അതാരും പറയുന്നില്ല. നമ്മുടെ കാര്യങ്ങൾ കോൺസ്റ്റന്റ്ലി മാറ്റിവെക്കുമ്പോൾ പതിയെ നമ്മൾ തന്നെ ഡിസപ്പിയർ ആകും. അതാരും ഓൺ ചെയ്യുന്നില്ല. ശരിക്കും നമുക്ക് നമ്മളെ നഷ്ടമാകുന്നത് കുട്ടി ഉണ്ടായത് കൊണ്ടല്ല, നമുക്കൊട്ടും സ്പേസ് ഇല്ലാത്ത രീതിയിൽ മദർഹുഡിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. ഈ മാറ്റങ്ങൾ നമ്മൾ പോലും അറിയാതെയാണ് സംഭവിച്ചു തുടങ്ങുന്നത്. നമ്മൾ കൂടുതൽ ടയേർഡായ പോലെ തോന്നും, പക്ഷെ ഇഗ്നോർ ചെയ്യും. എന്തോ ശരിയല്ലാത്തതുപോലെ തോന്നും, പക്ഷെ അത് കാര്യമാക്കില്ല. അങ്ങനെ പതുക്കെ നമ്മൾ തന്നെ ഇൻവിസിബിൾ ആവും. അപ്പൊ നമ്മൾ വിചാരിക്കും മദർഹുഡ് ഇങ്ങനെയാണെന്ന്. സെൽഫിഷ് ആകുമെന്ന് വിചാരിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ പോലും വേണ്ടാന്ന് വെക്കും. നമ്മുടെ ഡ്രീംസ് എല്ലാം പ്രാക്ടിക്കൽ അല്ല എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കും. ഒരു ദിവസം ആരെങ്കിലും നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം പറയാൻ പോലും അറിയില്ല. അങ്ങനെ പതുക്കെ നമ്മൾ വിചാരിക്കും ആ പഴയ നമ്മൾ ഇനി ഇല്ല എന്ന്. പക്ഷെ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഒരമ്മയായതുകൊണ്ടല്ല നമുക്ക് സ്വയം നഷ്ടപ്പെട്ടത്. ബാക്കി എല്ലാവരെയും കെയർ ചെയ്യുന്നതിന്റെ ഇടയിൽ നമ്മുടെ ഐഡന്റിറ്റി ആരും പ്രൊട്ടക്ട് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് നമ്മളെ നഷ്ടമായത്. നമ്മുടെ എംപ്റ്റിനെസ്, എക്സോഷൻ, ഞാൻ വേറെ ആരോ ആയി പോയി എന്ന തോന്നൽ, ഇതൊന്നും പേഴ്സണൽ ഫെയിലിയേഴ്സ് അല്ല. ഈ സിസ്റ്റം മദേഴ്സിൽ നിന്ന് ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ നീഡ്സിനെ വേണ്ടത്ര സീരിയസ് ആയി എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇനി എനിക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നതിന് പകരം ഒരു ടഫർ ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കൂ. എന്തുകൊണ്ടാണ് എൻ്റെ ഓൺ ലൈഫിൽ എനിക്കൊരു സ്പേസ് ഇല്ലാതെയായി പോയത്? നമ്മുടെ നീഡ്സിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുമ്പോൾ, വയ്യെങ്കിൽ പോലും യെസ് പറയുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾ മാറ്റിവെക്കുമ്പോൾ, നമ്മുടെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുമ്പോൾ പതിയെ നമ്മുടെ ലൈഫിൽ നമുക്കൊരു പ്ലേസ് ഇല്ലാതെയായി പോകും. ഇവിടെയാണ് റിയൽ പ്രോബ്ലം. ഇതൊരു ദിവസം കൊണ്ട് ഫിക്സ് ചെയ്യണമെന്നല്ല, പക്ഷെ നമുക്ക് സംഭവിച്ചത് ജസ്റ്റ് മദർഹുഡ് അല്ല, ഇത് നമ്മൾ അറിയാതെ നമ്മളെ ഷേപ്പ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. മദർഹുഡില് നമ്മൾ ഡിസപ്പിയർ ആയി പോവേണ്ടതല്ല, പക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മൾ അങ്ങനെ ആയിപ്പോയി. അത് നമ്മൾ തെറ്റൊന്നും ചെയ്തത് കൊണ്ടല്ല, ഈ സിസ്റ്റം അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ചോദ്യം ഞാൻ എങ്ങനെ മാറിപ്പോയി എന്നല്ല, എൻ്റെ ലൈഫിൽ ഞാൻ എവിടെ നിന്ന് സ്പേസ് തിരിച്ചെടുക്കണം എന്നാണ്. ഒരമ്മ മാത്രമല്ല, ഒരു വ്യക്തി കൂടിയായി ജീവിക്കാൻ പറ്റുന്ന ലൈഫ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. മദർഹുഡ് ലൈഫിൽ പേഴ്സണൽ സ്പേസ് കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രാക്ടിക്കൽ ഐഡിയാസ് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കണം.
ഇതുപോലെ മദർഹുഡിലെ അൺകംഫർട്ടബിൾ ട്രൂത്ത്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. See you again.